സ്വാഗതം. ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി പച്ചടിയാണ്. അപ്പോൾ ഈ ഡിഷിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നാടൻ തക്കാളി 4 എടുത്തു വെച്ചിട്ടുണ്ട്. ആപ്പിൾ തക്കാളി ആണെങ്കിൽ ഒരു 6 എണ്ണോളം ഇടേണ്ടി വരും, കാരണം പുളി കുറച്ച് കുറവായിരിക്കും. നാടൻ തക്കാളിക്ക് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ 4 എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 10-12 ചെറുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 2-4 പച്ചമുളക് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 എടുത്തിട്ടുള്ളൂ. ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തേക്കുന്നത്. ഇത് കട്ട ഉടച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരും വേണ്ട, പുളി ഇല്ലാത്തതും യൂസ് ചെയ്യാൻ പാടില്ല. മീഡിയം പുളിപ്പുള്ള ഒരു തൈര് എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, ഇതിൻ്റെ തൊലി ഒന്ന് ജസ്റ്റ് പൊളിക്കാൻ പാകത്തിന് ഒന്ന് വെന്താൽ മതി. അപ്പം ഞാനിത് വേവിക്കുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഈ ഒരു ലെവലിൽ വേണം വെള്ളം, തക്കാളി ഒന്ന് ഏകദേശം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം തൊലിയൊക്കെ അതിൽ നിന്ന് വിട്ടു പോരുന്നുണ്ടോയെന്ന്. അപ്പം നമ്മൾക്ക് നമ്മുടെ തക്കാളി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഒന്ന് പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ ആറിക്കഴിഞ്ഞു. ഇനിയും ഇതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കാം. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നമ്മൾ തൊലിയെല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. കൈയിട്ടൊന്ന് നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ തക്കാളി നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്മാഷ് ആകാത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒന്നൊന്ന് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പം നല്ല പൾപ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവാണ്. ചെറുള്ളി ഇട്ടു, പച്ചമുളക് ആഡ് ചെയ്തു, അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടു. ഇനി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് നല്ലതായിട്ട് ഞെരടി കൊടുക്കാം. കാരണം നമ്മൾ പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇടുവല്ലേ ചെയ്തത്. അപ്പോൾ അതൊന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ കൈ ഇട്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ തൈരാണ് ആഡ് ചെയ്തേക്കുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് പുളി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഒന്നുകൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയും 1 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തൈരും ഇപ്പിട്ട് ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില ഒന്ന് വെതറി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി പച്ചടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നമ്മൾ ഒരു 2-3 മണിക്കൂർ മുമ്പേ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ടേസ്റ്റ്, ആ ഒരു ചുമന്നുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 2-3 മണിക്കൂറിന് മുമ്പേ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും താങ്ക് യു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മൈ അമ്മാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ബെൽ ബട്ടണും അമർത്തണം.
അപ്പോൾ താങ്ക് യു ആൻഡ് ബൈ.